ആഭ്യന്തര യുദ്ധം രൂക്ഷമായ ലിബിയയിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ കടുത്ത ഭീതിയിൽ. ഇവരെ രക്ഷപ്പെടുത്താനുള്ള സർക്കാർ ശ്രമങ്ങൾ വേണ്ടത്ര വേഗത്തിലാകാത്തതാണ് ഇവരെ ആശങ്കയിലാക്കിയത്. യുദ്ധം രൂക്ഷമായ ലിബിയയിലെ ബൻഹാസയിൽ മാത്രം 35ഓളം മലയാളികളാണ് കുടുങ്ങിക്കിടക്കുന്നത്. ആഭ്യന്തര യുദ്ധം രൂക്ഷമായതിനെ തുടർന്നാണ് പാലക്കാട് വടക്കഞ്ചേരി സ്വദേശി പ്രമോജും ഭാര്യ ജോഷിമോളും ഉൾപ്പെടെ 35ഓളം പേർ ലിബിയയിലെ ബൻഹാസയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 2 ദിവസമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരും ബന്ധപ്പെടാത്തത് ഇവരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 ദിവസം മുമ്പ് നോർക്ക CEO വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളി പറഞ്ഞത് അവർ ട്രൈ ചെയ്യുന്നുണ്ട്, ഇതുവരെ ഒന്നും ആയില്ല എന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ ആരും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങളെ ഇതുവരെ ആരും കോണ്ടാക്ട് ചെയ്തിട്ടുമില്ല. ഞങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ള തന്നെ സംശയത്തിലാണ്. റോഡ് ഗതാഗതം, വാർത്താവിനിമയം ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും സ്തംഭിച്ചിരിക്കുകയാണെന്ന് പ്രമോദ് റിപ്പോർട്ടറോട് പറഞ്ഞു. തൊട്ടടുത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ബ്ലാസ്റ്റുകളും റോക്കറ്റുകളും ഇപ്പോഴും ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതുപോലെ തന്നെ പല സ്ഥലങ്ങളും ഇപ്പോഴും റോഡും എല്ലാം ബ്ലോക്ക് തന്നെയാണ്. ഇപ്പോഴും വണ്ടികളൊന്നും പോകുന്നില്ല, കടകളൊന്നും തുറന്നിട്ടില്ല ഇതുവരെ. ഞങ്ങളുടെ കയ്യിലുള്ള ഭക്ഷണ സാധനങ്ങൾ തീർന്നു ഒരുവിധമല്ല. പ്രശ്നത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ തങ്ങളുടെ നിലനിൽപ്പ് പോലും അപകടത്തിലായേക്കാമെന്ന ഭീതിയിലാണ് ഇവർ. റിപ്പോർട്ടർ, പാലക്കാട്.